പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 6 വർഷം നീണ്ട സുപ്രീം കോടതിയിലെ സേവനകാലത്തിനിടയിൽ 1000-ലേറെ വിധിന്യായങ്ങൾ എഴുതിച്ചേർത്ത 10 പേരിൽ ഒരാൾ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. സ്നേഹം നിറഞ്ഞ കുര്യൻ ജോസഫ് സാറിന് ഹൃദയപൂർവ്വം സ്വാഗതം. സാറെ, കഴിഞ്ഞ എപ്പിസോഡിൽ ഗുരുക്കന്മാരെ കുറിച്ചാണ് സാർ സംസാരിച്ചത്. ഗുരുക്കന്മാർ സാറിൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള സ്വാധീനങ്ങളും നല്ല അനുഭവങ്ങളൊക്കെ പങ്കുവച്ചു. ഇത്തവണ സാറിൻ്റെ ജീവിതത്തിൽ സഭയിലെ മതബോധനവും മതബോധന അധ്യാപകരും ഏതെല്ലാം തരത്തിലാണ് സാറിൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളതെന്നൊന്ന് ഷെയർ ചെയ്താൽ സന്തോഷമായിരിക്കും. ഞാൻ മതബോധനം ആരംഭിക്കുമ്പോൾ അന്ന് പറഞ്ഞിരുന്നത് വേദപാഠ ക്ലാസ് എന്നാണ്. ഞാൻ കേട്ടിട്ടുണ്ട് വേദപാഠ ക്ലാസ്. അപ്പോൾ വേദപാഠ ക്ലാസ്സിൽ അന്നുണ്ടായിരുന്ന ഏക സിലബസും ഏക പുസ്തകവും 52 കൂട്ടം നമസ്കാരങ്ങളുടെ ചെറിയ വേദോപദേശ പുസ്തകം എന്നൊരു പുസ്തകമാണ്. ഈ 52 കൂട്ടം നമസ്കാരങ്ങളിൽ നമ്മളുടെ കുരിശ് വരയ്ക്കുന്നത് തുടങ്ങി, ത്രികാല ജപങ്ങൾ തുടങ്ങി, വിശ്വാസ പ്രമാണം തുടങ്ങി, കുമ്പസാരത്തിനൊടുക്കം, മനസ്താപ പ്രകരണം തുടങ്ങിയുള്ള ജപങ്ങൾ തുടങ്ങി, പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൂലഭാവങ്ങൾ, അവയ്ക്കെതിരായ പുണ്യങ്ങൾ, കാരുണ്യ പ്രവൃത്തികൾ, തിരുസഭയുടെ കൽപ്പനകൾ, പ്രമാണങ്ങൾ, അങ്ങനെ 52 കൂട്ടം. അപ്പോൾ ഇത് പഠിപ്പിച്ചാൽ വേദപാഠമായി എന്നുള്ളൊരു രീതിയായിരുന്നു അത് അന്ന്. പക്ഷേ ഈ വേദപാഠം പഠിപ്പിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരുന്ന സഭയിലെ ശുശ്രൂഷിക്കാൻ വന്നിരുന്ന ശുദ്ധരും ഭക്തരുമായിട്ടുള്ള സാധാരണ മനുഷ്യരായിരുന്നു. കാരണം ആ കാലഘട്ടങ്ങളിൽ വലിയ അറിവും പഠിപ്പും ഉള്ളവരൊന്നും വേദപാഠം പഠിപ്പിക്കാൻ വന്നിരുന്നില്ല. അതൊരു സ്വല്പം ഒരു സ്റ്റാൻഡേർഡ് കുറഞ്ഞ ഒരു പണിയായിട്ടാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത്. അതേസമയം ശുദ്ധരും ഭക്തരും നല്ലവരുമായിട്ടുള്ള മനുഷ്യരാണ്, വ്യക്തികളാണ് ആ ഇടവയിൽ പൊതുവെ അറിയപ്പെട്ടിരുന്ന നല്ലവരായ മനുഷ്യരാണ് വേദപാഠത്തിന് വന്നിരുന്നത്. അവരാണ് ഞങ്ങളിത് പഠിപ്പിച്ചിരുന്നത്. അപ്പം നമസ്കാരങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇതെന്താണ് എന്ന് ഒരു ചെറിയ വിശദീകരണം കൊണ്ട് പഠിപ്പിക്കുമായിരുന്നു. അത് പറഞ്ഞു തന്ന് പഠിപ്പിക്കുക മാത്രമല്ല, വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ നിന്നും എടുത്തു വർത്താണ് ഓരോരോ കാര്യങ്ങൾ അന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത്. അപ്പം വിശുദ്ധന്മാരുടെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ, അത് പഠിക്കാൻ, ആ ജീവിതം വായിക്കാൻ, അവരോടൊരു ഭക്തിയിൽ വളരാൻ, അതൊക്കെ ഒട്ടേറെ സഹായിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടങ്ങളിലൊക്കെ. അപ്പോൾ അലൂഷ്യസ് ഗോൺസാഗ എന്നെ അന്ന് ആ കാലഘട്ടത്തിൽ സ്വാധീനിച്ച ഡോൺ ബോസ്കോ, ഡൊമിനിക് സാവിയോ, ഇങ്ങനെയൊക്കെയുള്ള കൊച്ചുറേസ്യ പുണ്യവതി. കൊച്ചുറേസ്യ പുണ്യവതിയായിട്ടുള്ള ഭക്തിയിലാണ് ഞാൻ തുടക്കത്തിൽ ആരംഭിക്കുന്നതിന്. കാരണം അങ്ങനെയാണ് ഞാൻ ചെറുപുഷ്പ മിഷൻ ലീഗിലെ പിന്നീട് അംഗമാവുന്നത്. മരിയൻ സോഡാൽജിലും അംഗമായിരുന്നു. ചെറുപുഷ്പ മിഷൻ ലീഗിലെ അംഗമായി അങ്ങനെ ഒരു മിഷൻ ലീഗിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ആദ്യത്തെ ദേശീയ പ്രസിഡൻ്റാണ്. 8 വർഷം ദേശീയ പ്രസിഡൻ്റായിരുന്നു. അതൊരു വശം ഞാൻ പറയാറുണ്ട്. അപ്പം നമ്മുടെ ഈ മതബോധന രംഗത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് വേദപാഠമായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനെ പരിഷ്കരിച്ച സൺഡേ ക്ലാസ്സായി. കാരണം സൺഡേയിൽ മാത്രം പള്ളിയിൽ നടക്കുന്ന ഒരു ക്ലാസ്. ആദ്യകാലങ്ങളിലും സൺഡേയിൽ തന്നെ ആയിരുന്നല്ലോ. സൺഡേ തന്നെയായിരുന്നു. പക്ഷേ ഇതിൻ്റെ വേദപാഠം എന്നുള്ള പേര് മാറ്റിയിട്ട് സൺഡേ ക്ലാസ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. കാരണം വേദപാഠം എന്നുള്ളത് വേദം പഠിപ്പിക്കുന്നു എന്നുള്ളത് എന്തോ അങ്ങനെ തോന്നലാവാം ഒരു. പക്ഷേ ഒരു കാലഘട്ടം മുഴുവൻ ഉപയോഗിച്ചിരുന്ന വാക്ക് സൺഡേ ക്ലാസ് ആയിരുന്നു. ഈ സൺഡേ ക്ലാസ്സിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ വേദപാഠ അധ്യാപകനായിരുന്നു. ഞാൻ വേദപാഠം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് സൺഡേ ക്ലാസ്സിലെ അധ്യാപകനായിരുന്നു കുറച്ച് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിരുന്നൊക്കെ ഓർക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് മതബോധനം വന്നത്. അപ്പോൾ സൺഡേ ക്ലാസ് എന്ന് വെച്ചാൽ ഞായറാഴ്ച മാത്രം പഠിപ്പിക്കുന്നത്, പള്ളിയിൽ ഞായറാഴ്ച പഠിപ്പിക്കുന്നത്. അത് ഈ വേദപാഠം തന്നെയാണ്, പക്ഷെ പേര് മാറ്റിയത് മാത്രം. പിന്നീടാണ് മതബോധനം വന്നത്. മതബോധനം വന്നു കഴിഞ്ഞപ്പോൾ ഒരു സിലബസ് വന്നു. POC നിന്നും അതിനൊരു ഏകീകൃത സിലബസായി. പിന്നീട് റീത്ത് അടിസ്ഥാനത്തിൽ പിന്നീട് വീണ്ടും വിശ്വാസ പരിശീലനമായി. ഇപ്പം നമ്മൾ വിശ്വാസ പരിശീലനം എന്നാണ് ഇപ്പം അറിയപ്പെടുന്നത്.
വിശ്വാസ പരിശീലനത്തിന് ഓരോ ആഭിമുഖ്യങ്ങൾ കൊടുത്തു, ഓരോ വർഷവും പ്രാധാന്യം കൊടുത്തു, ഓരോ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റായി കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റ് വന്നു. രൂപതാടിസ്ഥാനത്തിലേക്ക് വളരെ സിസ്റ്റമാറ്റിക് ഓർഗനൈസ്ഡാണ് ഇപ്പോഴത്തെ വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ വിശ്വാസ പരിശീലനത്തിനകത്ത് മാതാപിതാക്കൾക്ക് ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളുണ്ട്, പങ്കാളിത്തമുണ്ട്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് അത് പോകുന്നത്, നല്ല സിലബസൊക്കെ വെച്ച്. പക്ഷേ ഈ സിലബസൊക്കെ വെച്ച് ഈ വേദപാഠം അല്ലെങ്കിൽ മതബോധനം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ പരിശീലനം കിട്ടുന്ന കുട്ടികൾക്ക് അറിവിനപ്പുറത്തേക്കുള്ള ജ്ഞാനം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട് ആ കാര്യത്തിൽ. കാരണം ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കാറ്റഗിസത്തിൻ്റെ മാർക്ക് നോക്കും, അറ്റൻഡൻസ് നോക്കും. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതൊരു ഒഴിച്ചുകൂടാനാവാത്ത ന്യൂയിസൻസ് ആയിട്ട് കരുതുന്ന ഒരു നല്ലൊരു ശതമാനം കുടുംബങ്ങളെ എനിക്കറിയാം, കുട്ടികളെ എനിക്കറിയാം. അവിടെയൊക്കെ പോയിട്ട് എന്ത് കിട്ടാനാണ്, പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വിടുന്നു എന്നുള്ള ആക്ഷേപ സ്വരങ്ങളും ഞാൻ പലരിന്നും കേട്ടിട്ടുണ്ട്. എന്ത് കിട്ടാനാണ് എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ നമ്മളും പല ചോദ്യങ്ങളും നമ്മളോടും ചോദിക്കേണ്ടി വരും. നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിൽ നിന്നും കുട്ടികൾക്ക് എന്ത് കിട്ടുന്നു? അപ്പോൾ എന്തോ നമ്മുടെ സമൂഹമോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാരോ കിട്ടണം എന്ന് പ്രതീക്ഷിക്കുന്നതോ കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നതോ കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു നിരാശയിൽ നിന്നാണ് ഈ ഒരു ആക്ഷേപം കേട്ടിട്ടുള്ളത്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള അധ്യാപകരോടും സംസാരിച്ചിട്ടുണ്ട്. അവർ പറയുന്നു, ഞങ്ങൾക്കൊരു സിലബസ് ഉണ്ട്, ആ സിലബസ് അനുസരിച്ച് പഠിപ്പിക്കുന്നു. ആ സിലബസിന് അപ്പുറത്തേക്ക് വിശ്വാസത്തിൻ്റെ പരിശീലനമാണ് നമുക്ക് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള തലത്തിൽ ആ വിശ്വാസം പറഞ്ഞു കൊടുക്കുക അല്ല, വിശ്വാസം പകരുന്ന ഒരു പ്രക്രിയ ഈ വിശ്വാസ പരിശീലന ഗുരുവിൽ നിന്നും വിശ്വാസം പരിശീലിക്കുന്ന ശിഷ്യനിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഇത് ഇന്നത്തെ ഒരു പ്രതിസന്ധിയായിട്ട് ഞാൻ കാണുന്നു. അത് വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഗുരുക്കന്മാർക്ക് കിട്ടേണ്ട ദിശാബോധത്തിൻ്റെ കുറവാണോ, അവർക്കില്ലാത്ത ബോധ്യങ്ങളുടെ കുറവാണോ, അവർക്ക് തന്നെ ഇല്ലാത്ത ആഴമേറിയ വിശ്വാസ അനുഭവങ്ങളുടെ കുറവാണോ എന്നൊന്നും അതിനെക്കുറിച്ചൊരു കാര്യമായ വിശദമായ പഠനം നടത്തിയിട്ടില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഈ ഘടകങ്ങളെല്ലാം ഇതിനകത്തുള്ള പ്രശ്നങ്ങളാണ്. സാറേ, ഈ കാറ്റഗിസത്തിൽ ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ, ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ അങ്ങനെ അതിനുവേണ്ടി ഒരു നിർബന്ധിതമായി അറ്റൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ കാറ്റഗിസം വളരെ നന്നായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർ ചിലപ്പോൾ സ്കോളർഷിപ്പ് വാങ്ങിക്കുന്നു, നല്ല മാർക്ക് വാങ്ങിക്കുന്നു, പല പരിപാടികൾക്കും നന്നായി പെർഫോം ചെയ്യും, സമ്മാനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുന്നു. പക്ഷേ ജീവിതത്തിൽ അവർ കാറ്റഗിസം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ മുമ്പിൽ അവർ ചിലപ്പോൾ തളർന്നു പോകുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചില കുഞ്ഞുങ്ങളെ എനിക്കറിയാം. നന്നായിട്ട് പഠിക്കും, നല്ല മാർക്കൊക്കെ വാങ്ങിക്കും, പക്ഷെ ജീവിതത്തിൽ ഒരു കുഞ്ഞു കാര്യം വരുമ്പോൾ അവർ തളർന്നു പോകുന്നു. അപ്പോൾ നമ്മൾക്ക് സംശയം തോന്നുന്നു, 12 വർഷം നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലൂടെ കടന്നു വന്ന കുഞ്ഞാണല്ലോ, അപ്പോൾ ആ കുഞ്ഞിനൊന്നും കിട്ടാത്തത് കൊണ്ടാണോ? എന്താണ് സാറിന് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ബോണി, എൻ്റെ ഒരു നിരീക്ഷണത്തിലെ അവർക്ക് പരീക്ഷ ജയിക്കാനായിട്ടുള്ള അറിവ് കിട്ടി, പക്ഷെ പരീക്ഷണങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള പരിശീലനം കിട്ടിയിട്ടില്ല. ഇതാണ് വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ വളരെ സംക്ഷിപ്തമായിട്ട് അതിനെക്കുറിച്ചുള്ള എൻ്റെ നിരീക്ഷണം. പരീക്ഷയിൽ ജയിക്കാനായിട്ടുള്ള അറിവ് കിട്ടുന്ന ഒരു പാഠശാലയല്ല വിശ്വാസ പരിശീലന വേദി എന്ന് പറയുന്നത്. ഈ വിശ്വാസം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിതത്തിൽ ഈ ലോകത്ത് നമുക്ക് നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ തക്കവണ്ണമുള്ള കരുത്ത്, ഉൾക്കരുത്ത്, മനക്കരുത്ത്
എന്നൊക്കെ പറയുന്ന ആത്മബലം. ആ ആത്മബലം അതുകൊണ്ടാണ് പരീക്ഷണങ്ങളെ അതിജീവിക്കുന്ന വിശ്വാസത്തിൻ്റെ തിളക്കത്തെക്കുറിച്ച് നമുക്ക് ഈശോ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് വിശ്വാസം. അപ്പം പരീക്ഷയിൽ ജയിക്കുന്ന നല്ല മാർക്ക് വാങ്ങിക്കുന്ന കുട്ടി പരീക്ഷണങ്ങൾ വരുമ്പോൾ തോറ്റു പോകുന്നു. കാരണം ഈ പരീക്ഷയിൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ കിട്ടിയ സമ്പാദിച്ച അറിവ് ജീവിതത്തോട് ബന്ധപ്പെടുത്തിയതാണ് എന്ന് ആ ഒരു അനുഭവത്തിൻ്റെ തലത്തിലേക്ക് വിശ്വാസം പകരാൻ നമ്മുടെ ഗുരുവിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ദുഃഖം ഞാൻ പറയട്ടെ. വിശ്വാസം പറഞ്ഞു കൊടുക്കാൻ പറ്റി, വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവ്. പക്ഷേ വിശ്വാസം ജീവിതത്തിൽ ഇത് പരീക്ഷിച്ച് ഈ പരീക്ഷണങ്ങളെ അതിജീവിച്ച് വിജയിച്ച ഒരു ധാർമ്മിക ശക്തിയുള്ള ആത്മബലമുള്ള ഗുരു ഈ കുട്ടിയോട് പറയാണ്, ഈ കുട്ടിയോട് മനസ്സിലാക്കി കൊടുക്കുകയാണ്, ഈ കുട്ടിയെ പരിശീലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി തളരില്ല, തകരില്ല, ഈ പരീക്ഷണങ്ങളെ അതിജീവിക്കും. അപ്പോൾ പോരായ്മ കിടക്കുന്നത് നമ്മുടെ ഈ പ്രക്രിയയിലാണ്. ബോധന പ്രക്രിയയല്ല, പരിശീലന പ്രക്രിയയാണ്. ബോധനത്തിൽ നിന്നും പരിശീലനത്തിലേക്കുള്ളൊരു മാറ്റമാണ് വിശ്വാസ പരിശീലനത്തിൽ ഉണ്ടാവേണ്ടത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് ഒരു മതബോധന അധ്യാപകനിൽ അല്ലെങ്കിൽ മതബോധന ഗുരുവിൽ മാത്രം നിർത്തിയിട്ട് കാര്യമില്ല. കാരണം ആ ഇടവകയുടെ പൊതുസാക്ഷ്യം എന്താണ്? ഈ പറയുന്ന വിശ്വാസ പരിശീലനയുടെ കാര്യത്തിൽ അവരുടെ കുടുംബ യൂണിറ്റിലെ സാക്ഷ്യം എന്താണ്? അവരുടെ അയൽപക്ക കൂട്ടായ്മകളിലെ സാക്ഷ്യം എന്താണ്? അവരുടെ കുടുംബത്തിലെ സാക്ഷ്യം എന്താണ്? അപ്പോൾ അവിടെയെല്ലാം ഈ നമ്മൾ പഠിക്കുന്ന വിശ്വാസം എപ്രകാരം പരിശോധനയെ അതിജീവിക്കുന്നു എന്ന് ഈ കുട്ടിക്ക് കാണാൻ കഴിയണം. അവൻ്റെ ലാബറട്ടറി ഏതാ? അവൻ്റെ ലാബറട്ടറി അവൻ്റെ ആദ്യമായിട്ട് അവൻ്റെ വീട്, രണ്ടാമത്തെ അവൻ്റെ അയൽപക്കങ്ങൾ, മൂന്നാമത്തെ അവൻ്റെ കുടുംബ ബന്ധങ്ങൾ, നാലാമത്തെ അവൻ പഠിക്കുന്ന ക്ലാസ്, അഞ്ചാമത്തേത് അവൻ്റെ വിശ്വാസ പരിശീലനമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസ ജീവിതമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കുടുംബ യൂണിറ്റ്, ആറാമത്തേത് അവൻ്റെ ഇടവക, ഏഴാമത്തേത് ഫൊറോന, എട്ടാമത്തേത് രൂപത, ഒമ്പതാമത്തേത് അവൻ്റെ സഭ എന്ന് ഇങ്ങനെ വിശദമായിട്ട് ചിന്തിക്കാം. അപ്പം അവൻ ഈ പഠിച്ച് അറിഞ്ഞ് വളർന്ന് വലുതായി വരുന്ന ആ കാലഘട്ടങ്ങളിൽ ഈ വിശ്വാസ പരിശീലനത്തെ പ്രാധാന്യം, എന്തുമാത്രം പ്രാധാന്യം അവൻ്റെ സഭയിൽ കാണുന്നു, അവൻ്റെ ഇടവകയിൽ കാണുന്നു, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കുടുംബ യൂണിറ്റിൽ, അല്ലെങ്കിൽ അവൻ്റെ വാർഡിൽ, അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ പഠിക്കുന്ന സ്കൂളിൽ. അപ്പം ഇതിനു വേണ്ടി നിലകൊള്ളുന്ന സ്ഥാപനങ്ങൾ തന്നെ ഇതിനോട് സാക്ഷ്യമാവാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ഉപബോധ മനസ്സിൽ ഇത് പരീക്ഷയിൽ മാർക്ക് മേടിക്കാനുള്ളതാണ്, ജീവിതം അത് വേറൊരു ആർട്ടാണ്, അതൊരു വിദ്യയാണ്. ജീവിതത്തിൽ വിജയിക്കാൻ വേറൊരു വിദ്യയും ഇവിടെ പരീക്ഷയിൽ ജയിക്കാൻ ഈ അറിവും എന്നുള്ളൊരു കാഴ്ചപ്പാട്ടിലേക്ക് പോകും. അപ്പോൾ അറിവും ജ്ഞാനവും, ഈ അറിവിനെ ജ്ഞാനമാക്കി മാറ്റുന്നൊരു പ്രക്രിയയുണ്ട്. അപ്പോൾ അറിവിൻ്റെ ഉപയോഗമാണ് ജ്ഞാനം എന്ന് വളരെ ലളിതമാക്കി വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അറിവില്ലാത്തതിനെ അതിജീവിക്കാനുള്ള കഴിവാണ് ജ്ഞാനം എന്ന് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച്, ജ്ഞാനത്തെക്കുറിച്ചൊരു വ്യാഖ്യാനം പറയാം. ഈ ജ്ഞാനം ഒരു പകർന്ന് കിട്ടത്തക്ക സംവിധാനങ്ങൾ നമ്മുടെ സഭയിലുണ്ടാവണം. അത് മതബോധന അധ്യാപകരിലുണ്ടാവണം, വിശ്വാസ പരിശീലനത്തിൻ്റെ പേരിലുണ്ടാവണം, സിസ്റ്റത്തിലുണ്ടാവണം, ഇടവകയിലുണ്ടാവണം, വാർഡിലുണ്ടാവണം, കുടുംബത്തിലുണ്ടാവണം, സമൂഹത്തിലുണ്ടാവണം. അപ്പോൾ അവിടെ എവിടെയെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആ കുറവ് നികത്താനായിട്ട് ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ് നീ എന്നുള്ള വെല്ലുവിളി ഈ കുട്ടിക്ക് കൊടുക്കുകയും ഉൾക്കരുത്ത് പകരാൻ തക്കവണ്ണമുള്ള ഒരു പവർ ഹൗസ് അധ്യാപകനും വേണം, ഗുരുവിനുണ്ടാവണം. അങ്ങനെ ഒരു പവർ ഹൗസായിട്ട് ഗുരു ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയാം, എല്ലാവരെയൊക്കെ എൻ്റെ മകളുടെ തന്നെ കാര്യം എനിക്കറിയാം. എൻ്റെ മകളൊരു വേദപാഠ അധ്യാപികയാണ്. അപ്പോൾ അവളോട് ചില കുട്ടികൾ ഫോണിൽ വിളിച്ച് ചില കാര്യങ്ങളെക്കുറിച്ച്, ചില പ്രതിസന്ധികളെക്കുറിച്ച് സംസാരിക്കുന്ന കൊച്ചു കുട്ടികളാണ്. ചില ക്ലാരിറ്റി ചോദിക്കുന്നതൊക്കെ എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആഭിമുഖ്യം നന്നായിട്ട് കൊടുത്താൽ ആ ആഭിമുഖ്യത്തിലൂടെ ആ കുട്ടികൾ നന്നായിട്ട് രൂപീകരിക്കപ്പെടും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു തലം ഗുരു ശിഷ്യ ബന്ധത്തിലൂടെ
ശിഷ്യൻ വിശ്വാസ പരിശീലനം നേടി വിശ്വാസത്തിനെതിരെ വരുന്ന പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നത് ആ ഒരു പ്രക്രിയ, ആ പരിശീലനം. സാറ് ഈ മതബോധനത്തിൻ്റെ വിവിധങ്ങളായ പേരുകൾ പറഞ്ഞാണ് തുടങ്ങിയത്. വേദപാഠം, സൺഡേ ക്ലാസ്, വിശ്വാസ പരിശീലനം. വിശ്വാസ പരിശീലനം എന്ന് പറയപ്പെടുമ്പോഴും അതൊരു പഠനക്കളരി മാത്രമാണെന്നും പരിശീലന കളരി അല്ല എന്നും സാറ് പറഞ്ഞു. അതിൻ്റെ കുറേ കാര്യങ്ങൾ സാറ് വിശദീകരിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ അധ്യാപകർക്കും, നമ്മുടെ മതബോധന അധ്യാപകർക്കും, നമ്മുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവേണ്ടത്? അതിനെന്തെങ്കിലും ഒരു സജഷൻ സാറിൻ്റെ ഭാഗത്തുനിന്ന് പറയാനായിട്ടുണ്ടോ? അതൊരു ഒറ്റമൂല്യ സൊല്യൂഷൻ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതേസമയം ഇതൊരു നിരന്തരമായ പഠനത്തിനും നിരന്തരമായ ഒരു പരിഷ്കരണത്തിനും വേദിയാവേണ്ട മേഖലയാണ് എന്ന് നമുക്ക് പറയാം. ഇത് നമ്മൾ എന്ത് പ്രാധാന്യം കൊടുക്കുന്നു? കാരണം ഒരു തലമുറയെ വിശ്വാസത്തിൽ രൂപീകരിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഒരു ഇടവകയുടെ വിജയം എന്ന് പറയുന്ന, രൂപതയുടെ വിജയം എന്ന് പറയുന്ന അവിടുത്തെ നീക്കിയിരിപ്പോ സ്ഥാപനങ്ങളുടെ വലിപ്പം ഒന്നുമല്ല. അവിടെ അവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന വിശ്വാസത്തിൻ്റെ തിളക്കമാണ്. അപ്പം നേരത്തെ ബോണി എന്നോട് ചോദിച്ചില്ലേ, കുട്ടികൾ എന്തുകൊണ്ട് തളർന്നു പോകുന്നു അല്ലെങ്കിൽ വിട്ടുപോകുന്നുള്ളൂ. ഇതിനൊരു പ്രാധാന്യം അവർ കാണുന്നില്ല. ഇതാണ് വിലപ്പെട്ടത്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്താണ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ വിട്ടിട്ട് നമ്മൾ ആരും വേറെ വഴിക്ക് പോവില്ല. ഈശോ കാണാതായ നാണയത്തെക്കുറിച്ച് പറയുമ്പോഴും, കാണാതായ ആടിനെ കുറിച്ച് പറയുമ്പോഴും, കാണാതായ മകനെ കുറിച്ച് പറയുമ്പോഴും കർത്താവ് പ്രാധാന്യം കൊടുക്കുന്നത് ഇതെല്ലാമാണ് പ്രധാനപ്പെട്ടതെന്നാണ്. അതുപോലെ വയലിലെ നിധിയെക്കുറിച്ച് പറയുമ്പോൾ നിധി കണ്ടെത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാം വിറ്റിട്ട് ഇത് സ്വന്തമാക്കുമെന്നും പറയുന്നുണ്ട്. അപ്പം ഇത് നഷ്ടപ്പെടുത്തിയിട്ട് വേറെ എന്ത് നേടിയാലും അത് ശാശ്വതമല്ല എന്നുള്ളൊരു ബോധ്യം ഈ പരിശീലനത്തിൽ കിട്ടണം. ഈ വിശ്വാസം ഇത് എൻ്റെ രക്ഷയാണ്, ഇതെൻ്റെ നിത്യസമ്മാനമാണ്. ഈ നിത്യജീവന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരിശീലനം, എൻ്റെ കുദാശകൾ, എൻ്റെ മതജീവിതം, എൻ്റെ ഭക്തകൃത്യങ്ങൾ, ഇതെല്ലാം ഇതെനിക്കില്ല എന്നുണ്ടെങ്കിൽ നിത്യജീവിതം എനിക്ക് നഷ്ടപ്പെട്ടിട്ട് ഈ ലോകത്തെ ഈ അല്പകാല വസതിയിൽ കിട്ടുന്ന കുറേ സുഖങ്ങളോ കുറേ സൗഭാഗ്യങ്ങളോ അതൊന്നും ശാശ്വതമല്ല എന്നുള്ള ആ ഒരു വലിയൊരു ഉൾക്കാഴ്ച, ആ ഉൾക്കാഴ്ചയിൽ കിട്ടുന്ന ബോധ്യം, ആ ബോധ്യമാണ് ഇന്നത്തെ ചെറുപ്പക്കാർക്ക്, എവിടെയും നേരത്തെ സൂചിപ്പിച്ച ഈ വിട്ടുപോകുന്ന തകർന്നു പോകുന്ന ചെറുപ്പക്കാർക്കില്ലാതെ പോകുന്നു. അവർ നോക്കുമ്പോൾ ഇന്നത്തെ ലോകത്ത് ജീവിക്കണം. ചില ചെറുപ്പക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ധനവാൻ്റെ ലാസറിൻ്റെ ഉപമ പറയുമ്പോൾ അവർ പറയും ഇവിടുത്തെ ധനവാനും ആവണം അവിടുത്തെ ലാസറും ആവണം. അത് നടക്കില്ല. അതാണ് ഇവരുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടാണ്. ഇവിടുത്തെ ധനവാനായിട്ട് ഇവിടെ സുഖമായിട്ട് ജീവിക്കണം, അവിടെ ചെല്ലുമ്പോൾ അതും കിട്ടണം. നടക്കില്ല. കാരണം ഇവിടെ നമ്മൾ നേടാത്ത ഒരു സ്വർഗരാജ്യം അവിടെ നമുക്ക് കിട്ടില്ല. ഇവിടെ നമ്മൾ നേടിയതിൻ്റെ തുടർച്ചയാണ് ആ ദൈവരാജ്യം, ആ സ്വർഗരാജ്യം, ആ നിത്യസമ്മാനം, ആ നിത്യജീവൻ, ആ നിത്യത്വം എന്നൊക്കെ പറയുന്ന സ്വർഗം. അതിനെക്കുറിച്ചുള്ള ചില ബോധ്യങ്ങൾ, ഉൾക്കാഴ്ചകൾ അത് നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ എന്തിനാ ജീവിക്കണമെന്നുള്ള ഒരു 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 കൃത്യതയും വ്യക്തതയും നമ്മുടെ കുട്ടികൾക്ക് ആ പ്രായത്തിൽ കിട്ടണം. നമ്മുടെ വിശ്വാസ പരിശീലനം അപ്പോൾ നിത്യതയെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ഒന്നായി മാറണം അല്ലേ? തീർച്ചയായിട്ടും. ആത്യന്തികമായിട്ട് ഈ നിത്യജീവനിലേക്കാണ് നമ്മെ കൊണ്ടുപോകേണ്ടത്. ഏറ്റവും വിലപ്പെട്ടത് അതാണ്. കുഞ്ഞുനാൾ തൊട്ട് തന്നെ അത് കുഞ്ഞുനാൾ തുടങ്ങി ഈ നിത്യജീവനെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, സ്വർഗം ലക്ഷ്യം വെച്ചുള്ള യാത്രയാണ്. നമ്മളിവിടെ ജീവിക്കുന്ന ഏരിയ എത്ര ആകർഷണമുണ്ട്. ആ ജീവിക്കുന്ന കാലത്തോളം നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഒരു തീർത്ഥയാത്രയാണ്. ഈ നിത്യജീവിതത്തിലൊരു തീർത്ഥയാത്രയാണ്. ആ നിത്യജീവിതത്തിൽ എത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. നമ്മൾ ജോലി കിട്ടാൻ വേണ്ടി പഠിക്കുന്നു, ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. നമ്മൾ വിസ എടുക്കുന്നു, പുറത്തു പോകാൻ പറ്റില്ല എന്നൊരു കാര്യമില്ല. അപ്പോൾ എന്ത് നേടി എന്നുള്ളത് നേടാനുള്ളതിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമാണ് എന്നുള്ളൊരു ഉൾക്കാഴ്ച. ഞാനിവിടെ നേടിയത് ഇനി നേടാനുള്ളതിലേക്കുള്ള വേറൊരു ചവിട്ടുപടി മാത്രമാണ്. അല്ലാതെ ചവിട്ടുപടിയിൽ അവസാനിക്കാനുള്ളതല്ല എൻ്റെ ജീവിതം എന്നുള്ള ഒരു തിരിച്ചറിവ്. അതുപോലെ നമ്മൾ പഴയ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുള്ളൂ, അറിവ് നെറിവ്. ഈ നെറിവ് എന്ന് പറയുന്നത് തിരിച്ചറിവിനെ കുറിച്ചാണ്. അറിവ് നെറിവെന്ന് പറയുന്നത് ഈ തിരിച്ചറിവ്. അപ്പോൾ ഇതിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം, ആ പ്രാധാന്യം കൊടുക്കുന്ന സഭാ സംവിധാനങ്ങളുണ്ടാവണം. വെറുതെ ഒരു കടത്ത് കഴിക്കുന്ന രീതിയിലോ ഒരു കടമ നിർവഹിക്കുന്ന രീതിയിലോ നമ്മുടെ വിശ്വാസ പരിശീലനത്തെയോ അല്ലെങ്കിൽ സഭാ സംവിധാനങ്ങളെയോ അല്ലെങ്കിൽ സഭയുടെ ജീവിതത്തെയോ
കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. സാറ് പറഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിൽ തോന്നിയത് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിനിസ്ട്രിയാണ് കാറ്റഗിസം. തീർച്ചയായിട്ടും. പക്ഷെ അത്രയും പ്രധാനപ്പെട്ട ഒരു മിനിസ്ട്രി ആയിട്ട് അത്രയും പ്രാധാന്യം, അത്രയും ഒരു ശ്രദ്ധ ഈ കാലഘട്ടത്തിൽ സഭ കൊടുക്കുന്നുണ്ടോ? ഒരു പ്രൊഫഷണൽ അപ്രോച്ചാണ് ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളത്. ഒരു പ്രൊഫഷണലായിട്ട് ഈ വേദപാഠത്തെ അല്ലെങ്കിൽ മതവിശ്വാസ പരിശീലനത്തെ അങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഒരു പ്രൊഫഷണലിസം അല്ല അവിടെ ആവശ്യം. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ വിശുദ്ധരായിട്ടുള്ള കുട്ടികൾ, അതാണ് പ്രധാനപ്പെട്ടത്. കുട്ടികൾ നല്ലവരാണ്, പക്ഷെ അവരെ വിശുദ്ധരാക്കണം. ഈ കുട്ടികളെ വിശുദ്ധരാക്കുന്ന പ്രക്രിയയാണ് വിശ്വാസ പരിശീലനത്തിനുള്ളത്. അപ്പം ഈ വിശുദ്ധിയുടെ തലങ്ങൾ, അത് വിശുദ്ധി ചോരുന്ന അശുദ്ധിക്കെതിരെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള കഴിവും, പിടിച്ചു നിന്നാലേ നമുക്ക് നിത്യജീവനിൽ എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യവും, അതാണ് അവർക്ക് കിട്ടേണ്ടതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതാണ് സഭയുടെ ജോലി. ഇപ്പം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല കുട്ടികളും പറയണത്, എനിക്ക് യേശുവിനെ ഇഷ്ടമാണ്, ലീഡറാണ്, ഈ കാലഘട്ടത്തിന് പറ്റിയൊരു വലിയ ആളാണ്, പക്ഷേ യേശുവിനെ കിട്ടാനായിട്ട് എനിക്ക് സഭയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല, ആവശ്യമില്ല, ഞാൻ പോവില്ല. വലിയ ഒരു വിപ്ലവ ആവേശത്തോടെ പറയുന്ന ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ യേശുവിനെ എനിക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ യേശുവിനെ എനിക്ക് കിട്ടുന്ന ഉറവിടം എന്ന് പറയുന്നത് ഈ സഭയിലൂടെ എനിക്ക് കിട്ടുള്ളൂ. ദൈവം നമ്മുടെ പിതാവാണെങ്കിൽ സഭ നമ്മുടെ മാതാവാണ്. ഈ സഭയാവുന്ന മാതാവിലൂടെ ദൈവമാവുന്ന പിതാവിലേക്ക് ചെല്ലാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പലപ്പോഴും പല പ്രാവശ്യം വളരെ ബോധ്യത്തോടെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ സഭയുടെ ഗാത്രത്തോട് സഭ ദൈവം സ്ഥാപിച്ചതാണ്, യേശുക്രിസ്തു സ്ഥാപിച്ചതാണ്. ഈ യേശുക്രിസ്തുവാണ് രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തിയത്. നമ്മൾ കുർബാന കുദാശ വചനങ്ങളുടെ തൊട്ട് മുമ്പായിട്ട് ചെല്ലുന്ന പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, തന്നെ പൗലോസ്ലിഹയുടെ ലേഖന ഭാഗത്ത് ഉദ്ധരിത്താൻ തന്നെ ശൂന്യനാക്കി വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ സ്ത്രീയിൽ നിന്നും ജാതനായി എന്നിട്ടാണ് പറയുന്നത് രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തി. ഈ രക്ഷാകരമായ രഹസ്യങ്ങൾ നമുക്ക് അർപ്പിക്കാമെന്ന് പറയുന്നത്. ഈ രക്ഷയുടെ സ്മാരകവും ഈ രക്ഷയെക്കുറിച്ചുള്ള ഈ ബോധ്യവും ഈ രക്ഷയുടെ വഴിയപ്പവും എനിക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ഊർജ്ജം എവിടെ നിന്നാണ് കിട്ടുന്നു? ഈ ഊർജ്ജം എനിക്ക് ആൾത്താരിൽ നിന്ന് കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഈ ഷെവലിയർ അന്യാസഫ് മാഷ് അടുത്തടുത്ത് മരിച്ചുപോയ ആൾ മൗസഫ് മാഷ് പറയുന്നത് അൾത്താരയാണ് അത്താണിയെന്ന്. വളരെ ലളിതമായിട്ട് പറയുന്നത് അൾത്താര അത്താണിയാണ്. അപ്പോൾ ഈ അൾത്താരയിൽ നിന്നും കിട്ടുന്ന അൾത്താര അത്താണിയാക്കി ആ അത്താണിയിൽ എൻ്റെ ചൂടിറക്കി വയ്ക്കാനും ആ അൾത്താരയിൽ നിന്ന് എനിക്ക് ജീവിതത്തിൻ്റെ ഒരു ഊർജ്ജം കിട്ടാനും, ആ ഊർജ്ജം വേറെ എങ്ങൊന്നും കിട്ടില്ല. വചനം ഒരു സ്രോതസ്സ് മാത്രമാണ്. പക്ഷേ ആ സ്രോതസ്സിനെ എനിക്ക് എൻ്റെ യേശുവിനെ ശരീരവും രക്തവുമായിട്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നതിലൂടെ എനിക്ക് കിട്ടുന്നൊരു ഊർജ്ജമുണ്ട്. കുദാശകളിലൂടെ എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പോൾ എന്നിൽ നിറയുന്ന ഒരു അഭിഷേകമുണ്ട്. വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെയും മറ്റ് വിശുദ്ധന്മാരുടെ മാധ്യസ്ഥത്തിലൂടെയും എനിക്ക് കിട്ടുന്ന ഒരു ആവേശമുണ്ട്. അതെല്ലാം സഭയുടെ ഗാത്രത്തോട് ഉൾച്ചേർന്നാലേ കിട്ടുകയുള്ളൂ. അല്ലാതെ യേശു എന്ന വ്യക്തിയെ ഞാനിങ്ങനെ ആശയത്തിൽ ആവിഷ്കരിച്ചാൽ ഒരിക്കലും അനുഭവിക്കാൻ സാധിക്കില്ല. യേശുവിനെ അനുഭവിക്കുന്നത് സഭയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. യേശുവിനെ അറിയാൻ ഉപാധികളുണ്ട്, പക്ഷേ യേശുവിനെ അറിഞ്ഞാൽ യേശുവിൻ്റെ അനുഗാമിയാവില്ല. യേശുവിൻ്റെ അനുഗാമിയാവുന്നത് യേശു സ്ഥാപിച്ച സഭയുടെ ഗാത്രത്തിൽ പങ്കുചേരുമ്പോഴാണ്. കാരണം ആ ഗാത്രത്തിൽ നിന്നാണ് ഞാൻ ഈ ശരീരവും രക്തവും ഞാൻ പങ്കുചേരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിയൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ബയോളജിക്കൽ കമ്മ്യൂണിയനാണ്. ബയോളജിക്കൽ കമ്മ്യൂണിയൻ കൂടിയാണ്, ബയോളജിക്കൽ മാത്രമല്ല. യേശുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരലാണ് ഈ കമ്മ്യൂണിയൻ, ഹോളി കമ്മ്യൂണിയൻ. യേശു എൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഭാഗമായിട്ട് മാറുന്നതാണ് ഈ കമ്മ്യൂണിയൻ. അപ്പം ഈ കമ്മ്യൂണിയൻ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് യേശു ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ട് ലോകത്തിൽ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കില്ല. യേശു ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെടാതെ യേശുവിനും നാഥനും കർത്താവും രാജാവും രക്ഷകനും ദൈവവുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കാനും സാധിക്കില്ല. അതാണ് ഞാൻ കണ്ടിട്ടുള്ള വ്യത്യാസം. സാറ് പറഞ്ഞതുപോലെ തന്നെ ഞാനും ചില കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, എന്തിനാ പള്ളിയിൽ പോകുന്നത്, നന്മ ചെയ്താൽ പോരെ, നന്മ ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ പോകുമല്ലോ. ആ കുട്ടികൾക്ക് കുഞ്ഞുനാൾ തൊട്ട് ആ ഒരു ബോധ്യം കിട്ടാത്തത് കൊണ്ടായിരിക്കാം അല്ലേ? തീർച്ചയായിട്ടും. എന്താ നന്മ?
നന്മ എന്താണ് എന്ന് ആരാണ് എനിക്ക് പറഞ്ഞു തരുന്നത്? ഞാൻ വിചാരിക്കുന്നത്, ഞാൻ അറിയുന്നത്, ഞാൻ ചെയ്യുന്നത് നന്മയാണെന്ന് ഞാൻ തീരുമാനിച്ച പോരാ. ഈ നന്മയാണെന്ന് ദൈവം അംഗീകരിക്കണം. ഇതാണ് യേശുക്രിസ്തു പറയുന്നത്. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, പക്ഷെ ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യണം. അപ്പോഴേ നിങ്ങൾ ശിഷ്യരാവുകയുള്ളൂ. നിങ്ങൾക്ക് ശിഷ്യരാവണമെന്നുണ്ടെങ്കിൽ ഈ ഗുരു ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ ഗുരു ചെയ്തതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗുരുവിൻ്റെ ആ ബലിയുടെ തുടർച്ചയിൽ നിന്ന് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ നന്മയാണ് എന്ന് ഞാൻ തീരുമാനിച്ചാൽ പോരാ, അത് നന്മയാണെന്ന് ദൈവം അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ആ നന്മ. അപ്പം നല്ല പ്രവൃത്തി എന്നുള്ളത് നമുക്ക് ലോകത്ത് പല നന്മ പ്രവൃത്തികളും ചെയ്യാം, പക്ഷേ ദൈവം അംഗീകരിക്കുന്ന ഒരു നന്മയുണ്ട്. ആ നന്മയുടെ ഉൾക്കാഴ്ചയും ബോധ്യവും ഉറവിടവും ഈ സഭയുടെ അൾത്താരയിൽ നിന്ന് മാത്രമാണ്, സഭയുടെ ഗാത്രത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് സഭയോട് ചേർന്ന് പ്രവർത്തിക്കാൻ. കൈത്താക്കാലത്തെ പ്രാർത്ഥനയിൽ ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്, കാറോസിസ പ്രാർത്ഥന. സഭയോട് ഒത്തു ചിന്തിക്കാനും അവളുടെ പ്രവർത്തനങ്ങൾ കഴിവിനൊത്ത് പങ്കാളികളാകാനുമുള്ള സന്മനസ് അങ്ങയുടെ ജനത്തെ നൽകണമെന്നുള്ളത്. അപ്പോൾ സഭയോട് ഒത്തു ചിന്തിക്കാൻ മാത്രമല്ല, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് സഭയെക്കുറിച്ച് ചിന്തിക്കാനും, സഭയോടൊത്തും സഭയെക്കുറിച്ചും ചിന്തിക്കാനുള്ള ഒരു, കാരണം സഭ എന്നുള്ളത് ഈ യേശുവിൻ്റെ മൗതിക ശരീരമാണ്. ആ യേശുവിൻ്റെ മൗതിക ശരീരത്തോട് ചേർന്ന് നിൽക്കാതെയും ആ മൗതിക ശരീരത്തിൻ്റെ ഭാഗമാകാതെയും എനിക്ക് ആ ശരീരത്തെ അനുഭവിക്കാൻ സാധിക്കില്ല. ആ യേശുവിനെ അനുഭവിക്കാതെ എനിക്ക് യേശുവിൻ്റെ സാക്ഷിയാവാനും പറ്റില്ല. സത്യത്തിൽ നന്മ എന്ന് പറയുന്നത് എന്താണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് കുഞ്ഞിനെ യഥാർത്ഥത്തിൽ എത്തിക്കാൻ നമ്മുടെ വിശ്വാസ പരിശീലനത്തിന് കഴിയണം. അപ്പോഴാണ് അവൻ സഭയോട് ചേർന്ന് നിൽക്കാനും ഇതിൻ്റെ എല്ലാം ഭാഗമാണെന്ന് അവന് മനസ്സിലാവും. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നന്മ എന്താണ്, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നന്മ എന്താണ് എന്ന് നമുക്ക് സഭയിലൂടെ മാത്രമേ പഠിച്ച് മനസ്സിലാക്കാൻ, തിരിച്ചറിയാനും സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കും എനിക്കിഷ്ടമുള്ള ഞാൻ പറയുന്നത് നന്മ. ദൈവം നന്മതിന്മയുടെ തിരിച്ചറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് മാത്രം ഭക്ഷിക്കരുതെന്നുള്ളൂ. കാരണം നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് അതിനെ വിധിക്കാനുള്ളത് ഏക കാര്യം മാത്രമേ ദൈവം റിസർവ് ചെയ്തുള്ളൂ. ബാക്കി എല്ലാം പരദീസിൽ അനുഭവിച്ചോളാൻ പറഞ്ഞായിരുന്നു. കാരണം അത് മനുഷ്യന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ബോണി വിചാരിക്കുന്ന നന്മയാവും, ഞാൻ വിചാരിക്കുന്നത് എനിക്ക് തിന്മയായിരിക്കും. ഞാൻ വിചാരിക്കുന്ന നന്മ ബോണിക്ക് തിന്മയായിരിക്കും. കാരണം ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിരീക്ഷണങ്ങളോ വ്യക്തിപരമായ ഇഷ്ടങ്ങളോ ഈ നന്മയിൽ വരാം. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം നിഷ്പക്ഷമായിട്ട് യഥാർത്ഥത്തിൽ നന്മ എന്താണ് എന്ന് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് പഠിപ്പിച്ച് എനിക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് സഭയിലെ കുദാശകളിലൂടെയാണ്. സാറേ, സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ശ്രദ്ധിക്കേണ്ടതുമായ ഒരു ശുശ്രൂഷ വഴിയാണ് വിശ്വാസ പരിശീലന വഴിയെന്ന് മനസ്സിലായി. ഇതിനെക്കുറിച്ച് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി സാറിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ സമയം തീർന്നിരിക്കുകയാണ്. സാറ് പറഞ്ഞതെല്ലാം വളരെ ഹൃദയസ്പർശിയാണ്. ഹൃദയപൂർവ്വം നന്ദി പറയുന്നു.